ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ വെബ്സൈറ്റിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആളുകളായിരിക്കില്ലേ? ഈ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ മസ്റ്റ് ആയിട്ടും കുറെ പ്രോപ്പർട്ടികൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ഒക്കെ എടുക്കുന്നതെങ്കിൽ അതിൽ കുറെ ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടാവും. അപ്പൊ ഇതിലൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ഇനി ട്രാൻസാക്ഷൻസ് എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഓപ്പറേഷൻസ് ആണ്. അതായത് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ നടക്കും. ഇപ്പൊ എ ബിയിലേക്ക് കുറച്ച് പൈസ സെൻഡ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് കുറെ പ്രോസസ്സുകൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഒരു സിംഗിൾ പ്രോസസ്സ് ആയിരിക്കില്ല, അത് ഒരു പല പല സ്റ്റെപ്പുകളായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ലോജിക്കലി റിലേറ്റഡ് സെറ്റ് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. അതായത് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഫെയിലിയർ സംഭവിക്കുകയോ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആസിഡ് പ്രോപ്പർട്ടി കൂടുതൽ യൂസ് ആവുക. ആസിഡ് പ്രോപ്പർട്ടി സ്റ്റാൻഡ്സ് ഫോർ ആറ്റമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇനി ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആറ്റമിസിറ്റി എന്താണെന്ന് നോക്കാം. ഇതിലൊരു ട്രാൻസാക്ഷൻ നടത്തുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാരണവശാൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് ആ ട്രാൻസാക്ഷൻ സംഭവിക്കാത്ത രീതിയിലേക്ക് പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ആറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ആയിട്ട് എ ബിയിലേക്ക് ഒരു 100 രൂപ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ എയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 100 രൂപ പോവും വേണം, ബിക്ക് ആ 100 രൂപ ക്രെഡിറ്റ് ആവുകയും ചെയ്യണം. അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും ഫെയിലിയർ വരാന്ന് വിചാരിച്ചോ. അപ്പൊ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ നടന്ന ട്രാൻസാക്ഷൻസും പഴയപടി ആവുകയും ഈ ഒരു പൈസ പോയത് നമുക്ക് എക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിനെയാണ് ആറ്റോമിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുമ്പും ശേഷവും ഉള്ള ഡാറ്റകളെല്ലാം ഡാറ്റാബേസിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ നടന്ന ട്രാൻസാക്ഷൻസ് ക്യാൻസൽ ആവുകയാണ് ചെയ്യാം. ഡാറ്റാബേസിന്റെ കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ റൂൾസിന് അനുസരിച്ച് മാത്രമാണ് ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. അത് വൈലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി വൈലേഷൻ സംഭവിക്കും. അപ്പോൾ ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു യൂസർ ഉണ്ട്. യൂസറുടെ അക്കൗണ്ടിലത്തെ അവൈലബിൾ ബാലൻസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പക്ഷെ യൂസർ അക്കൗണ്ടിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ നോക്കുന്നത് 1000 രൂപയാണ്. അപ്പൊ അത് പറ്റില്ല. അവിടെ ഒരു വൈലേഷൻ നടന്നു, കൺസിസ്റ്റൻസി വൈലേഷൻ ആണ് നടന്നത്. അതായത് 500 രൂപ അക്കൗണ്ടിലുള്ള ഒരാൾക്ക് ഒരിക്കലും 1000 രൂപ പിൻവലിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി വൈലേഷൻ സംഭവിക്കുന്ന കാരണം ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ക്യാൻസൽ ആക്കിക്കൊണ്ട് നമുക്ക് ഡാറ്റാബേസിന്റെ ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഫോർ ട്രാൻസാക്ഷനും ആഫ്റ്റർ ട്രാൻസാക്ഷനും എപ്പോഴും ഡാറ്റാബേസ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി വൈലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത് ട്രാൻസാക്ഷൻ ക്യാൻസൽ ആക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ്. ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആവില്ല നടക്കുക, അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടന്നാലും അത് മറ്റൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓരോ ട്രാൻസാക്ഷൻസും ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നതാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ തന്നെ 2 ട്രാൻസാക്ഷൻ അറ്റ് എ ടൈം നടക്കുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ട്രാൻസാക്ഷൻ എടുക്കുന്നുണ്ടാവുക. ഇതുപോലെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും ഓരോ ട്രാൻസാക്ഷൻസും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറഞ്ഞിട്ട് 2 ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഐസൊലേഷൻ ഇതിനെ മാനേജ് ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ഓരോ ഡാറ്റാബേസ് ഉള്ളതുപോലെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഒന്നിലധികം ട്രാൻസാക്ഷൻസ് അറ്റ് എ ടൈം നടക്കുമ്പോഴും ഓരോ ട്രാൻസാക്ഷനും മാനേജ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി ആണ്. ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതെന്തെങ്കിലും കാരണവശാൽ ഫെയിലിയർ ആയി എന്ന് വിചാരിച്ചു. അപ്പൊ ഫെയിലിയർ ആയാലും അതുവരെ നടന്ന എല്ലാ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസും ഡാറ്റാബേസിൽ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു നോൺ വോളറ്റൈൽ സ്റ്റോറേജ് മെക്കാനിസം ആയിരിക്കും. ഇങ്ങനെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് പെർമനന്റ് ആയിട്ട് എപ്പോഴും നമുക്ക് വിസിബിൾ ആവും എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റിയുടെ പ്രത്യേകത. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്, മെയിൻ ഡാറ്റാബേസിൽ എല്ലാ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ഈ ഡാറ്റാബേസിലത്തെ ഡാറ്റകൾ മൊത്തം റെപ്ലിക്കേറ്റ്
റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേറെ നോട്ട്സിലും സേവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവിടെ റെപ്ലിക്കേറ്റ് എ, റെപ്ലിക്കേറ്റ് ബി എന്ന് പറഞ്ഞിട്ട് 2 ഡാറ്റാബേസിൽ മെയിൻ ഡാറ്റാബേസിലത്തെ ഡാറ്റകളെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റാബേസ് എന്തെങ്കിലും കാരണവശാൽ ഫെയിലിയർ ആയാലും മറ്റ് ഡാറ്റാബേസുകളിൽ നമ്മുടെ ട്രാൻസാക്ഷന്റെ എല്ലാ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് അതിന്റെ ഡാറ്റ നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഡാറ്റാബേസിന് ഇങ്ങനെ വരുന്ന ഫെയിലിയർ കാരണം ഇങ്ങനെ ഒന്നിലധികം ഡാറ്റാബേസിലേക്ക് ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും ലോസ്റ്റ് ആവാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഡാറ്റാബേസ് പാലിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ആസിഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ആസിഡ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ട്രാൻസാക്ഷന്റെ മെയിൻ പ്രോപ്പർട്ടി ആയിട്ടുള്ള ആസിഡ് പ്രോപ്പർട്ടിയും കൂടി നോക്കി വെക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.